പരിചയപ്പെടാൻ പോകുന്നത് അന്തരീക്ഷ കവിയും GHSS പാറഞ്ചേരിയിലെ ഇംഗ്ലീഷ് അധ്യാപകനുമായ ഫേബ്രിയാസ് മാഷിനെയാണ്. നമസ്കാരം. എഴുത്തിന്റെ ആദ്യ നാളുകളെ കുറിച്ചുള്ള ഓർമ്മകൾ ഒന്ന് പങ്കുവയ്ക്കാം. ഞാൻ ആദ്യം എഴുതി തുടങ്ങുന്നത് മലയാള ഭാഷയിലാണ്. അത് ഒരു 7ാം സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന സമയത്താണ്. അന്ന് ഇതേപോലെ മറ്റേ സുഖമില്ലാതെ പനിയൊക്കെ ആയിട്ട് വീട്ടില് റൂമിൽ തന്നെ ഇങ്ങനെ വളരെ കൺഫൈൻഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു. അപ്പൊ ഈ സമയത്താണ് ഒരു ചെറിയൊരു ചാറ്റൽ മഴ വരികയും ചെറിയ കാറ്റും എല്ലാം ഉണ്ടാവുകയും അത് വല്ലാതെ എന്നെ ഇൻസ്പയർ ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് ആ നേച്ചറുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ ഏതാനും ചില വരികൾ എഴുതുന്നത്. അതാണ് ആദ്യത്തെ അനുഭവം. അന്നിത് കവിതയാണ് എന്നൊന്നും എനിക്കൊരു അറിയില്ലായിരുന്നു. പക്ഷെ പിന്നീട് അത് ഞാൻ എൻ്റെ ഫാദറിനെ കാണിക്കുകയും അദ്ദേഹം പറയുകയും ചെയ്തു വളരെ നന്നായിട്ടുണ്ടെന്നും തുടർന്ന് എഴുതാനും അദ്ദേഹം എന്നെ ഇൻസ്പയർ ചെയ്തു. ഇതൊക്കെയായിരുന്നു ആദ്യത്തെ അനുഭവം. അത് ഏതൊരു എഴുത്തുകാരനും തോന്നുന്ന പോലെ തന്നെ വലിയൊരു സന്തോഷമാണ് തോന്നിയത്. ആദ്യമായാലും ഇപ്പോഴായാലും അച്ചടിമഷി പുരണ്ട് കാണുമ്പോൾ അത് വാക്കുകളിൽ ഒതുക്കാൻ പറ്റാത്തൊരു സന്തോഷം തന്നെയാണ് അനുഭവപ്പെടുന്നത്. വ്യക്തിപരമായ അനുഭവങ്ങൾ തന്നെയാണ് ഒരു 90% എന്റെ എഴുത്തുകളിൽ. ഞാൻ നേരിട്ട് അറിയുന്ന കാര്യങ്ങളെ കുറിച്ച് തന്നെയാണ് എഴുതുന്നത്. ചിലപ്പോഴെല്ലാം ചില ആനുകാലിക സംഭവങ്ങളൊക്കെ വായിക്കുമ്പോൾ അതെല്ലാം എന്നെ ഇൻസ്പയർ ചെയ്യാറുണ്ട്. എങ്കിലും വ്യക്തിപരമായ ഓരോ അനുഭവങ്ങൾ തന്നെയാണ് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളതും എനിക്ക് കൂടുതൽ നന്നായിട്ട് എഴുതാനായിട്ട് സാധിച്ചിട്ടുള്ളതും. ഒരു വ്യക്തിയെ സാഹിത്യരചനയ്ക്ക് പ്രാപ്തനാക്കുന്നത് വായനയ്ക്ക് വലിയൊരു പങ്ക് തന്നെയാണ്. പലപ്പോഴും നമ്മള് ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കവിത വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും അത് എഴുതാനും ചിലപ്പോഴൊക്കെ ആ രീതിയിൽ തന്നെ ഒരു അനുകരണം നടത്താനൊക്കെ തോന്നാറുണ്ട്. പിന്നെ നമുക്ക് സ്വന്തമായ ഒരു ശൈലി ഉള്ളത് കൊണ്ട് അനുകരണമാവില്ല. പക്ഷെ എന്നാലും അത് വലിയ പ്രചോദനം തന്നെയാണ് ആയി മാറാറ്. രണ്ടും സന്തോഷം തരുന്നുണ്ട്. പക്ഷെ കവിത തന്നെയാണ് എനിക്ക് കൂടുതലായിട്ടും ഇഷ്ടമുള്ളത്. അത് വല്ലാത്തൊരു ഒഴുക്കാണ്. അത് കവിത എഴുതുമ്പോൾ, കഥ എഴുതുമ്പോൾ ഞാൻ ഏറെ സന്തോഷിക്കാറൊക്കെ ഉണ്ട്. അപ്പൊ കഥയ്ക്ക് പിന്നെ വേറൊരു പ്രശ്നം എന്താ വെച്ചാല് ഒരുപാട് സമയവും നമുക്കത് ആവശ്യമായിട്ട് വരും. കവിതയാണെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ആശയം വന്നു നമ്മുടെ വേർഡ്സ്വർത്ത് പറയുന്ന പോലെ ഒരു ഇമോഷൻസ് റിക്കളക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് പവർ ഫ്ലോ ഓഫ് ഇമോഷൻസ്, ആ രീതിയിൽ അത് നമ്മളെ വല്ലാതെ ഇൻസ്പയർ ചെയ്യുകയും അത് പെട്ടെന്ന് തന്നെ അത് വരികളായിട്ട് വരികയും ചെയ്യുന്നു. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള പ്രതിഭയാണ്. അവാർഡുകൾ സാധ്യത ചെയ്തത് എത്രമാത്രം സ്വാധീനിക്കും? ഓരോ പുരസ്കാരവും ചെറുതാണെങ്കിൽ പോലും അത് നമ്മളെ വല്ലാതെ ഇൻസ്പയർ ചെയ്യുന്നത് തന്നെയാണ്. കാരണം അത് സമൂഹം നമുക്ക് തരുന്ന ഒരു അംഗീകാരം തന്നെയാണ്. ഒരു അവാർഡ് കിട്ടുന്നു, അതിലൂടെ ശ്രദ്ധിക്കപ്പെടുന്നു, അതെല്ലാം കൂടുതൽ കൂടുതൽ എഴുതുന്നതിന് എന്നെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഇനിയിപ്പോ ഇതൊന്നും കിട്ടിയില്ലെങ്കിലും എനിക്ക് എഴുതാതിരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. വായനക്കാരുടെയും വിമർശകരുടെയും ശ്രദ്ധ ഒരുപോലെ പിടിച്ചുപറ്റിയ അങ്ങയുടെ ഏതെങ്കിലും ഒരു കവിതയെക്കുറിച്ച്, അതിന്റെ രചനാ പശ്ചാത്തലത്തെ കുറിച്ച് ഒന്ന് പറയാം. ഇതില് ഏറ്റവും ആദ്യകാലത്ത് ശ്രദ്ധിക്കപ്പെട്ട ഒരു കവിത ദി ആൻസൈറ്റീസ് ഓഫ് എ വിഡോ എന്നുള്ളതാണ്. അത് ഒരുപാട് ഇന്റർനാഷണൽ ജേർണലുകളിലെല്ലാം വന്ന ഒരു കവിതയാണ്. അതിന് പോയട്രി സൂപ്പ് ഇന്റർനാഷണൽ അവാർഡ് കിട്ടി. അപ്പോ അത് വെബ്സൈറ്റിലൊക്കെ അവൈലബിൾ ആണ്. ആ കവിത ഒരുപാട് പേര് ആ കവിത വായിച്ചിട്ടുണ്ട്. പിന്നെ അതേ കവിത തന്നെ നമ്മുടെ പ്രാദേശികമായ ഒരു ജേർണല് അതിന്റെ ആളുകൾ അത് പ്രസിദ്ധീകരിക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് അവർക്കത് ഇഷ്ടമായിട്ടുണ്ടാവില്ല.
ഇപ്പൊ ഏറ്റവും ഈ ഒടുവില് കൂടുതൽ ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു കവിത എന്ന് പറയുന്നത് ടൂം എന്നുള്ളൊരു കവിതയാണ്. അത് ഒരു ഒരാൾ അദ്ദേഹത്തിന്റെ ശവക്കല്ലറയും പണിത് മരണത്തെ കാത്തിരിക്കുന്ന, അപ്പൊ അതിലൂടെ അവതരിപ്പിക്കുന്നത് മനുഷ്യജീവിതം മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതേസമയം സസ്യങ്ങളുടെ ലോകത്തായാലും മറ്റ് ജീവികളുടെ ഒക്കെ ലോകത്ത് ഇത് വളരെ ലളിതമായിട്ടുള്ള ഒരു എൻഡ് അത്രയേ ഉള്ളൂ. അപ്പോ ആ ഒരു കവിത ലോകത്തുള്ള എഴുത്തുകാരുടെ അതുപോലെ വായനക്കാരുടെ ഒക്കെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും പോയട്രി നൂക്ക് എന്ന് പറയുന്ന ഒരു ജേണല് ആ കവിത 2019 പുഷ്കാർ പ്രൈസിനായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. ആദ്യമായി പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോൾ വായനക്കാരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? ആദ്യം ഞാൻ നമ്മുടെ നാട്ടിൽ തന്നെയാണ് പുസ്തകം ഇറക്കിയത്. മൂൺലൈറ്റ് ആൻഡ് സോളിറ്റ്യൂഡ് എന്ന് പറയുന്ന പുസ്തകം. അത് യഥാർത്ഥത്തില് എനിക്ക് എന്റെ കവിതകളൊക്കെ ഒന്ന് അച്ചടിച്ച് കാണാനുള്ള വലിയൊരു ആഗ്രഹം കൊണ്ട് തിരക്ക് പിടിച്ച് ചെയ്തൊരു വർക്കായിരുന്നു. അപ്പൊ അതിന് അതിൻ്റെതായ കുറെ പോരായ്മകൾ ഉണ്ടായിരുന്നു. അതിലെ കവിതകളൊന്നും പിന്നീട് എനിക്കതൊരു പെർഫെക്റ്റ് ആയിട്ട് തോന്നിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ആശയങ്ങളായിരുന്നു, പക്ഷെ 100% ഒരു സംതൃപ്തി കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പലതും പിന്നീട് ഞാൻ മാറ്റി എഴുതുകയൊക്കെ ഉണ്ടായി, ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി എഴുതുകയുണ്ടായി. അതെല്ലാം വിവിധ ജേണലുകളിലും വരികയുണ്ടായി. ഈ മൂൺലൈറ്റ് ആൻഡ് സോളിറ്റ്യൂഡ് തന്നെയാണ് ആദ്യത്തെ പുസ്തകം. തുടർന്ന് അമേരിക്കയിലെ ഒരു പബ്ലിഷർ കനോലി കലൈഡോസ്കോപ്പ് ചെയ്തു. അതിനുശേഷം ഈ ഇറ്റേണൽ ഫ്രാഗ്മെന്റ്സ് UK നിന്ന് പുറത്തിറങ്ങി. ഇപ്പൊ എന്റെ പുതിയ 2 പുസ്തകങ്ങൾ ഈ മാസം വരുന്നുണ്ട്. അതിൽ ഒന്ന് ഷെൽട്ടർ വിത്തിൻ ദ പീനട്ട് ഷെൽസ്, അത് റെഡ് ചെറി ബുക്സ് കാലിക്കറ്റ് ചെയ്യുന്നു. ഇനി ഈ മാസം ലാസ്റ്റിൽ തന്നെ അമേരിക്കയിൽ ഒരു പുസ്തകം ഇറങ്ങുന്നുണ്ട്, മൺസൂൺ ടർബുലൻസ്. ഇങ്ങനെ പോകുന്നു. അങ്ങയുടെ 4ാമത്തെ പുസ്തകം പ്രസിദ്ധീകരണത്തിന് തയ്യാറായി കഴിഞ്ഞു, അതേക്കുറിച്ച് പറയാമോ? 4ാമത്തെ പുസ്തകമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷെൽട്ടർ വിത്തിൻ ദ പീനട്ട് ഷെൽസ് എന്ന് പറയുന്നത്. അതില് 7 കഥകളും ഒരു 35ഓളം കവിതകളുമാണ് അതിലുള്ളത്. ഇതെല്ലാം വിവിധ ഇന്റർനാഷണൽ ജേണലുകളിൽ പ്രസിദ്ധീകരിച്ചു വന്നതാണ്. അപ്പൊ ഈ പുസ്തകങ്ങളെല്ലാം ഓരോ കോപ്പിയാണ് നമ്മുടെ ഇന്ത്യയിൽ ലഭിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ കവിതകളും ഒരു പുസ്തകത്തിലാക്കി നമ്മുടെ നാട്ടിലെ വായനക്കാർക്ക് എത്തിക്കുക, ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ റെഡ് ചെറി ബുക്സ് ആ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പ്രിന്റിംഗ് എല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഒരു 2 ആഴ്ചയുടെ ഉള്ളിൽ അതിന്റെ ഒരു പ്രകാശനം ഉദ്ദേശിക്കുന്നു. സാഹിത്യ മേഖലയിലേക്ക് കടന്നു വരാൻ അങ്ങേക്ക് പ്രചോദനമായത് എന്താണ്? ഒരുപാട് കാര്യങ്ങൾ പ്രചോദനമായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായത് അത് ബൈ നേച്ചർ ആയി എന്നുള്ളതാണ്. അത് തന്നെയാണ് ഞാൻ ആദ്യത്തെ അനുഭവം പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ എന്റെ ഫാദർ വല്ലാതെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു എഴുത്തുകാരൻ തന്നെയായിരുന്നു. പിന്നെ അതുകൂടാതെ ചില അധ്യാപകർ, ഒരു ഭരതൻ ഭാസ്കരൻ മാഷ് മണത്തല ഗവൺമെന്റ് ഹൈസ്കൂളിലെ, അദ്ദേഹമെല്ലാം കുറെ എന്നെ പ്രൊമോട്ട് ചെയ്തവരാണ്. സമകാലിക ഇംഗ്ലീഷ് കവിതയെ കുറിച്ചുള്ള അങ്ങയുടെ കാഴ്ചപ്പാട്? ഇംഗ്ലീഷ് കവിതകൾ ഇന്ന് ഏറെ സാധ്യതകളുള്ള ഒരു മേഖലയാണ്. മാത്രമല്ല വളരെ ഗൗരവമുള്ള എഴുത്തും വായനക്കാരൊക്കെ ഉണ്ട്. ഒരുപാട് നമുക്ക് സാധ്യതകൾ എന്ന് പറഞ്ഞ വെബ്സൈറ്റുകൾ, ഇപ്പോൾ പോയം ഹണ്ടർ, പോയട്രി സൂപ്പ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. അതിലെല്ലാം ഒരുപാട് പേര് കവിതകൾ വായിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്ര പേര് വായിച്ചു എന്ന് വരെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. പിന്നെ ഇന്ത്യയിലും ഇന്ന് എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്യുന്ന, ഇംഗ്ലീഷിൽ എഴുതുന്നൊക്കെ അതുപോലെ വായിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഇന്ത്യയിലുമുണ്ട്. നല്ല പ്രതികരണങ്ങൾ കവിതകൾക്കെല്ലാം കിട്ടുന്നുണ്ട്. ഈ നമ്മുടെ ഇന്റർനെറ്റ് എല്ലാം ലോകത്തെ മുഴുവൻ ഇങ്ങനെ ഒരു ചെറിയൊരു ഗ്രാമം പോലെയാക്കി അല്ലെ കണക്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഭാഷ ഒരു പ്രശ്നമാവുന്നില്ല. എനിക്ക് തോന്നുന്നു കുറേയും കൂടി സാധ്യതകൾ ലോകത്തിന്റെ എല്ലാ വിഭാഗം ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഇതന്നെ ഈ ഇംഗ്ലീഷിൽ എഴുതുന്നതിലൂടെ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സാഹിത്യ മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോട് അങ്ങേക്ക് കൊടുക്കാനുള്ള സന്ദേശം? അവർക്ക് കൊടുക്കാനുള്ള സന്ദേശം എന്ന് പറഞ്ഞാല് ഒന്നാമതായിട്ട് എഴുതുക എന്നുള്ളതല്ല. ഒരു കവിത എഴുതിയിട്ട് ഞാൻ മഹാകവിയായി എന്നൊന്നും കരുതരുത്. അങ്ങനെ കരുതുന്നവരൊക്കെ ഉണ്ട്. എന്നാൽ എഴുതിക്കൊണ്ടേ ഇരിക്കുക. പിന്നെ അതേപോലെ തന്നെ അത് എഴുതിയത് പലതവണ വായിച്ചു നോക്കുക. അതിൽ വീണ്ടും വീണ്ടും വായിക്കും തോറും നമുക്ക് പുതിയ തലങ്ങളൊക്കെ അതിൽ നമുക്ക് ചേർക്കാനായിട്ട് സാധിക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ നേരിട്ട് അനുഭവിച്ചറിഞ്ഞ
ആ കാര്യങ്ങളെ കുറിച്ച് എഴുതുക. നമ്മളിപ്പോ നമ്മുടെ അതിർത്തി രാജ്യത്തിനപ്പുറത്തുള്ള ഒരു കാര്യം എഴുതുന്നതിനേക്കാൾ ഏറ്റവും നന്നായിരിക്കുക നമ്മുടെ ഈ ചുറ്റുപാട്, നമ്മുടെ വീട്ടുമുറ്റത്ത്, നമ്മുടെ അയൽപക്കത്ത് ഒക്കെ നടക്കുന്നതിനെ കുറിച്ച് എഴുതുമ്പോഴായിരിക്കും കുറേയും കൂടി അത് പവർഫുൾ ആവുക. കാരണം അത് എഴുതാൻ നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ, അത് എഴുതാൻ പുറത്തുനിന്ന് ഒരാൾ വരില്ല. അപ്പൊ അത് നമ്മുടെ ഒരു ബാധ്യതയാണ്. നമുക്കറിയാവുന്നതിനെ കുറിച്ച്, അടുത്തറിയാവുന്നതിനെ കുറിച്ച് എഴുതുക. ഇത്രയും സമയം ഞങ്ങളൊപ്പം ചെലവഴിച്ചതിന് വളരെയധികം നന്ദി. വെൽക്കം.